എന്താ തങ്കു? എന്താണ്? അമ്മ സപ്പോർട്ടാണ്. ഭയങ്കര സപ്പോർട്ടാണല്ലേ. ആര്യനാട് ഏരിയയിലുള്ള ഒരു പയ്യൻ കല്യാണം ആലോചിക്കാൻ സാധ്യതയുണ്ട്, കല്യാണം കഴിക്കാൻ സാധ്യതയുണ്ട്. തങ്കം പോലത്തെ പയ്യനാണ് വരുന്നത് കേട്ടോ. കഴിഞ്ഞ അവനെ തേക്കരുത്. ഇല്ല കണ്ട ഇപ്പോഴത്തെ ദിവ്യമായ പ്രണയം കേട്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ആത്മാർത്ഥമായി സ്നേഹിക്കാൻ പഠിക്കുക. നിനക്ക് പട്ടുസാരി ഇട്ടാലേ നിനക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ. കണ്ടാ ഒരു കയ്യിൽ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ നാടകം ജൂൺ ആദ്യം വരും മുതൽ ഇത്രയും നന്നായിട്ട് പറയുന്നുണ്ടല്ലോ, ഇത്രയും സീനിയർ മോസ്റ്റ് ആണെന്ന് തോന്നുന്നു. അയ്യോ, അത് തെറ്റിദ്ധാരണയല്ല. ആണോ? സീനിയർ മോസ്റ്റ് അല്ല, സീനിയർ വേസ്റ്റ്. പ്രേമിക്കുന്നവരില് ആരാണ് തേച്ചിട്ട് പോകുന്നത്? എന്റെ അനുഭവത്തിൽ പെണ്ണുങ്ങളാണ് തേച്ചിട്ട് പോകുന്നത്. എന്റെ അനുഭവത്തിൽ ആരാണ് തേച്ചിട്ടുള്ളത് ഇതുവരെ? അതെല്ലാവർക്കും അറിയാലോ. എത്ര പേര്? ഇപ്പൊ നിലവിൽ ഒരാളെ ഉള്ളു. അത് മഞ്ഞ ഡ്രസ് ഇട്ടുണ്ട് സൈഡില്. എന്താ വേണ്ടെന്ന് പറഞ്ഞത്? അവർക്ക് പൈസ മതി. എന്റെ കുറെ പൈസയും പോയി, എന്റെ അക്കൗണ്ടും കാലിയായി. എന്റെ പേരില് കാറും പേടിച്ച് വീടും പേടിച്ച് അങ്ങനെ ഞാൻ പട്ടിണിയായി. ചേട്ടാ, കീയാണോ കാറ്? കാർ കീയാണ്. അല്ലേ? ഓക്കെ. കീയാണ്. ഇവിടെ ആർക്കൊക്കെ ബ്ലാക്ക് കീ ഉണ്ട്? കൈവന്തിക്കോ. ബ്ലാക്ക് കീ. അയ്യോ, ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഇവിടെ കൊടുത്താണോ? അല്ല, എന്റെ സ്വന്തം കാശിന്, അതായത് ഇവിടെ നിന്ന് കിട്ടിയ കാശിന്. ഇതൊക്കെ പറഞ്ഞ് എന്നെ കൊതിപ്പിച്ചപ്പോ എനിക്ക് നാട്ടിൽ ഇറങ്ങി നടക്കാനും പറ്റുന്നില്ല, എന്നാരും കെട്ടുന്നതുമില്ല. സത്യമായിട്ട് കല്യാണം കഴിച്ചിട്ടില്ല? എനിക്ക് അതിനുള്ള പ്രായമായില്ല. ഞാനൊരു ക്രോണിക് ബാച്ചിലറാണ്. ഈ മുടി വിഗ്ഗാ, ഇതിനകത്തൊന്നുമില്ല. പിന്നെ നിന്റെ കറക്റ്റാണല്ലോ, തിരുപ്പനാണിത്. അപ്പോ ഈ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് ഈ ഫ്ലോർ മൊത്തം പരസ്പരം സ്നേഹിക്കുന്ന ലവേഴ്സ് ആണ് കേട്ടോ. അപ്പൊ അവരുടെ പ്രണയം, അതും കുറെ കവിതാക്കൾ നമ്മൾ പറയില്ലേ, അപ്പോൾ അവരുടെ ഒരു പ്രണയം നമുക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം പല 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 സോങ്സിലൂടെ. ചേച്ചി റെഡിയാണോ? റെഡി. ഓൾ റൈറ്റ്. സോ വൺസ് അഗൈൻ ഹാപ്പി വാലന്റൈൻസ് ഡേ. ഷോ ആയതുകൊണ്ട് ഞങ്ങൾ നീതി പുലർത്തിയതാണ്. കാരണം നിങ്ങൾ മുഴുകിയിരിക്കായിരുന്നല്ലോ. ഇത് കോമഡി ഷോ ആണ്, സ്റ്റാർ മാജിക്. അല്ല, യുവ എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചോ താഴെ ഇടണേന്ന്? മനസ്സിൽ വിചാരിച്ചുള്ളൂ. അവിടുത്തെ ഹാർട്ട് ഇങ്ങനെ ടപ്പ് 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 അടിക്കുന്നത് കാണായിരുന്നു. ഇങ്ങനെ കമന്റ് പറയാൻ വിളിക്കുന്ന സമയത്ത് ഞാൻ സ്വതവേ കണ്ണാടി ഊരെന്നാണ് അതിന്റെ ഒരു ബുദ്ധി. അല്ലെങ്കിൽ ഞാൻ കരയാണെന്ന് ഇവർ പറയും. യുവ സിൻസിയർ ആയിട്ട് പറയണം. ഒരു ചെറിയൊരു അസൂയ, ചെറിയൊരു കുശുമ്പ്, അങ്ങനെ എന്തെങ്കിലും വരുമോ? സിൻസിയർ ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭർത്താവ് എന്ന നിലയിൽ ചെറിയൊരു അസൂയ ഉറപ്പായിട്ടും ഉണ്ടാവും. അത്
അസൂയ എന്നല്ല പറയുന്നത്, സംശയം. ഒരിക്കലും അല്ല. ഞാന് വിശ്വസിച്ച് ചാടിപ്പോയി, അതാ ഞാൻ ചെയ്ത തെറ്റ്. അന്യ പുരുഷന്മാരെ വിശ്വസിക്കരുതെന്ന് നമുക്കിപ്പോ മനസ്സിലായില്ലേ? സ്വന്തം ഭർത്താവിനെ വിശ്വസിക്കാവോ? സ്വന്തം ഭർത്താവിന്റെ അവിടെ ആണെങ്കിൽ ഇത് തുടങ്ങിയപ്പോഴേ പൊളി ഞാൻ. ശരി, ഓക്കെ. ഞങ്ങളുടെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടില്ലെന്ന്. സന്തോഷമായി, സന്തോഷം. ഞങ്ങൾക്ക് സ്റ്റെപ്പ് വെക്കണം. ശരിക്കും നിങ്ങൾക്ക് ക്ലൈമാക്സ് അവിടെ വെച്ച് ചെയ്യണം. ശരിക്കും ആ കറക്കം കഴിഞ്ഞ് വെച്ചിട്ട് 2 സ്റ്റെപ്പ് ഇവിടുന്ന് വെച്ചിട്ട് ഞങ്ങൾ നടന്ന് ഈ നല്ല രസമായിട്ട് ഇവിടുന്ന് ചോന്നോണ്ട് പോകും ഞാൻ. മൃദുലയുടെ അടുത്ത് ചോദിക്കാം, കളിക്കണ്ടേ അല്ലേ? ആ ചോദ്യം മൃദുലയോടല്ല ചോദിക്കേണ്ടത്, എന്തോ പറയാനും കൂടി ഉണ്ട്. അവിടെ ചോദിക്കണം. അല്ല അല്ല ലക്ഷ്മി, ആ ക്ലൈമാക്സ് കാണാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. ഒന്നും കൂടെ വീഴാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ആദ്യം ഇവരുടെ വീഴ്ച നാടകം ഒന്നും കൂടെ ആരംഭിക്കാം. ഓ ജാക്ക്, റാസ്, ജാക്ക്, റോസ്, ട്രാക്ക്, ക്രാക്ക്, ജാക്ക്. ഇത് റോസ്. ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഇവിടത്തെ അവസാനിക്കത്തേ ഉള്ളൂ, മുന്നോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. I love you, Jack. I love you, Ross. I love you, Jack. I love you, baby. അല്ല, അത് ഞങ്ങൾ കേട്ടു. ഇനി ബാക്കിയുള്ളത് പറ. You എന്നെ തേച്ചിട്ട് പോവോ, Jack? Never. ഇംഗ്ലീഷ്. ഒരിക്കലും തേച്ചിട്ട് പോകില്ല. Okay, you like തുപ്പൽ very much. I like typically. ഞങ്ങൾ തുപ്പിയാ മതിയോ? I very like പടം പരപ്പ്. Paper and pen ready. Are you come on by? You go and പടം വര. No. പടം വര is my hobby. Your ഉദ്ദേശം മനസ്സിലായടാ ജാക്കേ. നീ പോയി പടം വര, ഞാൻ അതിൽ തുപ്പി കളിക്കാം. Rose. ജാക്കേ. Rose. നന്നായിട്ടുണ്ട്, അടിപൊളി കേട്ടോ. ആ വീഴ്ചയില് വരെ അടിപൊളിയായിരുന്നില്ലേ? ഈ ഡയലോഗിന്റെ ആവശ്യം എന്തായിരുന്നു? ബാക്കി എന്തിന്റെ ആവശ്യമായിരുന്നു ഇവർക്ക്? നമുക്ക് എന്തിന്റെ ആവശ്യമായിരുന്നു? ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇതിന്റെ ക്ലൈമാക്സ് കാണണം. ലാസ്റ്റ് ഒരു ലിപ് ലോക്ക് ആണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. എവിടെ ഒരുത്തിന് ഇരിക്കണ കൊണ്ട് ഒന്നും വന്നില്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെ പറയും? പറഞ്ഞ യുവ അവിടെ ഇല്ലാന്ന് വെച്ചോ. I love you. I love you, Jack. I will give me one kiss. എന്ത്? Come on, baby. ഇപ്പോഴാണ് ഇതിന്റെ ക്ലൈമാക്സ് ആയത്. അടിപൊളി അടിപൊളി. എന്തായാലും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച വാവയ്ക്കും കുഞ്ഞുടനും എൻ്റെ അതിയായ അഭിനന്ദനങ്ങൾ നേരുന്നു. എൻ്റെ വക ഒരു പൊന്നാട. കൺഗ്രാജുലേഷൻസ്. അതെ, എനിക്കൊരു കാര്യം പറയണ്ടേ. എന്താ? 2 ദിവസത്തേക്ക് റൂം വേണം. എന്തിനാ? വീട്ടിൽ പോകാൻ പേടിയാ.